സോ ഇതാണ് സാംസങ് ഗാലക്സി Z Fold 6ന്റെ ബോക്സിൽ ഫോൺ, ടൈപ്പ് സി കേബിൾ, ഡോക്യുമെന്റ്സ് ആൻഡ് സിം ടൂൾ. സോ ഒറ്റ നോട്ടത്തിൽ Z Fold 5 പോലെ തോന്നുമെങ്കിലും ഈ ഫോണിന്റെ പുറത്തും അകത്തുമായി ചില മാറ്റങ്ങൾ സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, എവിടെയൊക്കെയാണ് സെയിം, എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഈ ഫോൺ ഫസ്റ്റ് ടൈം ബോക്സിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അതായത് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 14 ഗ്രാം ആണ് കുറച്ചിരിക്കുന്നത്. പിന്നെ ഫോണിന് ചുറ്റുമുള്ള ഫ്രെയിം കണ്ടോ, ഇവിടെയൊക്കെ ആയിട്ടുള്ള ഫ്രെയിം, അത് ഇത്തവണ എൻഹാൻസ്ഡ് അലൂമിനിയം ഫ്രെയിം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡ്യൂറബിൾ ആണ്, കുറച്ചും കൂടി സ്ട്രോങ് ആണ്. പ്ലസ് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രെയിം ഉണ്ടല്ലോ, ഫോൾഡ് 5 കണ്ടില്ലേ, ഫ്രെയിം കുറച്ചും കൂടി ഗ്ലോസി ആണ്, അല്ലെങ്കിൽ അത്യാവശ്യം ഗ്ലോസി ആണ്. ഇത്തവണ ആ ഗ്ലോസി എടുത്ത് മാറ്റിയിട്ട് മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സോ കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് ഫോർ ഷ്യൂർ. പിന്നെ കോർണേഴ്സ് ആണെങ്കിലും എഡ്ജസ് ആണെങ്കിലും ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം, തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നുണ്ട് അവിടെ മാറ്റമുണ്ട്. എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഷാർപ്പ് കോർണേഴ്സും ഷാർപ്പ് എഡ്ജസ് ആണ് വന്നിരിക്കുന്നത് ഇത്തവണ. അതിനോടൊപ്പം തന്നെ ഫ്രെയിമിന്റെ ഓവറോൾ സംഭവം ഒരു ഡിസൈൻ അത് അത്യാവശ്യം ഫ്ലാറ്റ് ആണ് ഇത്തവണ. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഫോണിന്റെ തിക്നെസ് പൊടിക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഈ ഫോൺ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ഓവറോൾ ഒരു ബോക്സി ഡിസൈൻ്റെ ഫീലാണ് കിട്ടുന്നത്. ബാക്കി എൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസ് റിവ്യൂ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. ഇത്തവണ IP റേറ്റിംഗ് IPX80 നിന്ന് IP48 ആക്കിയിട്ടുണ്ട്. മറ്റു ഫീച്ചേഴ്സ് ഫോർ എക്സാമ്പിൾ ബാക്കിലുള്ള ഗ്ലാസ് ആണെങ്കിലും അതിലുള്ള ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ആണെങ്കിലും അതെല്ലാം കഴിഞ്ഞ തവണ വന്ന പോലെ തന്നെയാണ്. 4400 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 25 വാട്ടിന് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 15 വാട്ടിന് വയർലെസ് ചാർജിംഗ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ പവർ ഷെയറിംഗിന്റെ ഫീച്ചറും വരുന്നുണ്ട്. 3 കളർ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള ഈ സിൽവർ ഷാഡോ, മറ്റ് 2 ഓപ്ഷൻസ് ആണ് പിങ്ക് ആൻഡ് നേവി. ഈ ഫോൾഡ് 6ന് വേണ്ടി സാംസങ് തന്നെ കുറെ ഒറിജിനൽ വെറൈറ്റി ഉള്ള കേസസ് ഇറക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഈ കേസ് ആണ് ഗ്രേ കേസ്, അതായത് S Pen കേസിന്റെ ഗ്രേ ഓപ്ഷൻ ആണ്. അകത്തുള്ള ഡിസ്പ്ലേയിൽ വലിയ മാറ്റം ഒന്നും ആക്ച്വലി വന്നിട്ടില്ല. അതേ 7.6 ഇഞ്ച് സൈസ് ഉള്ള 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലെക്സിബിൾ AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. യെസ്, ഇത്തവണ പീക്ക് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് 2600 nits ആക്കിയിട്ടുണ്ട്. ഇവിടെയും അതേ 4 മെഗാപിക്സൽ അണ്ടർ ഡിസ്പ്ലേ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇത്തവണ കവർ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് ഇല്ലേ, അതിന്റെ സൈസ് സാംസങ് കുറച്ചിട്ടുണ്ട്. ടോപ്പ് ആണെങ്കിലും ബോട്ടം ആണെങ്കിലും ലെഫ്റ്റ് റൈറ്റ് ഈവൻ കോർണേഴ്സ് ആണെങ്കിലും കണ്ടില്ലേ, ഞാൻ സൈഡ് ബൈ സൈഡ് കാണിച്ചു തരാം. ബെസൽസ് കുറച്ചിരിക്കുന്നതുകൊണ്ട് ഇത്തവണ കവർ സ്ക്രീനിന്റെ വീതി സാംസങ്ങിന് ചെറുതായിട്ട് കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കവർ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസും കൂട്ടി 2600 nits ആക്കിയിട്ടുണ്ട്. ബാക്കി ഇവിടെയും 120 Hz ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. പെർഫോമൻസിൽ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. അതായത് ഇത്തവണ മോസ്റ്റ് പവർഫുൾ സ്നാപ്ഡ്രാഗൺ 8 Gen 3 for Galaxy ചിപ്സെറ്റ് ആണ് വരുന്നത്. ലേറ്റസ്റ്റ് LPDDR5X RAM ആൻഡ് ലേറ്റസ്റ്റ് UFS 4.0 സ്റ്റോറേജ് ആണ് ഫിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അത് നോർമൽ യൂസ് ആണെങ്കിലും ഈവൻ ഗെയിമിംഗ് ആണെങ്കിലും. ഞാൻ ആക്ച്വലി BGM ആൻഡ് ഗെൻഷിൻ ഇമ്പാക്ട് കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. നല്ല സ്മൂത്ത് FPS മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി കണ്ടിന്യൂസ് ഗെയിമിംഗ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടി അത്യാവശ്യം വലിയ സൈസ് ഉള്ള വേപ്പർ ചേംബർ കൂളിംഗ് ഇവിടെ തന്നിട്ടുണ്ട്. 12 GB RAM ആണ് കിട്ടുന്നത്. 256 GB, 512 GB ആൻഡ് 1 TB വരെയുള്ള സ്റ്റോറേജ് ഓപ്ഷൻ സാംസങ് ഈ ഫോണിന്റെ കൂടെ തന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 ഉണ്ട് വിത്ത് ലേറ്റസ്റ്റ് One UI 6.1.1. പിന്നെ S24 സീരീസിൽ സാംസങ് പ്രോമിസ് ചെയ്ത 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഉണ്ടല്ലോ, അത് എക്സാക്ട്ലി സെയിം സംഭവം ഇവിടെയും സാംസങ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ S24 സീരീസിൽ വന്ന ആ ഒരു AI ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം സാംസങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പ്ലസ് അതിന്റെ കൂടെ ചില ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ആണ് ലിസണിംഗ് മോഡ്. എന്ന് വെച്ചാൽ ഒരു ഹിന്ദി ഇന്റർവ്യൂ അല്ലെങ്കിൽ ഹിന്ദി പോഡ്കാസ്റ്റോ സ്പീച്ച് നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്, അത് അപ്പം തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റർ കിട്ടണമെങ്കിൽ ഈ ഒരു ലിസണിംഗ് മോഡ് ഇങ്ങനെ യൂസ് ചെയ്താൽ മതി. വളരെ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. നമ്പർ 2 ആണ് കോൺവെർസേഷൻ മോഡ്. എന്ന് വെച്ചാൽ ഭാഷ അറിയാത്ത ഒരാളുമായിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷ അറിയാത്ത ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി. നിങ്ങൾ സംസാരിക്കുന്ന കാര്യം പുള്ളിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇവിടെ എഴുതി കാണിക്കും. പുള്ളി സംസാരിക്കുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇവിടെ എഴുതി കാണിക്കും. അതായത് ലൈവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നമുക്ക് കൺവെർസേഷൻ ചെയ്യാൻ പറ്റും. അതാണ് ബേസിക്കലി ഈ കൺവെർസേഷൻ മോഡ്. നമ്പർ 3 ആണ് കമ്പോസർ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇമെയിൽ അല്ലെങ്കിൽ മെസ്സേജ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ഒരു കമ്പോസ് ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു ഇമെയിലോ അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ ഇത് ഉണ്ടാക്കി തരും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് തരും. 4th ആണ് PDF ഓവർലേ. എന്ന് വെച്ചാൽ മറ്റൊരു ലാംഗ്വേജിലുള്ള PDF നിങ്ങൾക്ക് കണ്ടില്ലേ ഇങ്ങനെ കംപ്ലീറ്റ്ലി ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. ട്രാൻസ്ക്രിപ്റ്റ് അസിസ്റ്റ് ഇൻ നോട്ട്സിന്റെ ഫീച്ചർ ഉണ്ട്. അതായത് ഒരു പോഡ്കാസ്റ്റിന്റെ ഓഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചു, അതിന്റെ നിങ്ങൾക്ക് കിട്ടി ഒരു ട്രാൻസ്ക്രിപ്റ്റ് കിട്ടി. ഈ ട്രാൻസ്ക്രിപ്റ്റിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസിലി ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് ഒരു സമ്മറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. സോ മൊത്തം ട്രാൻസ്ക്രിപ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല, ഈ സമ്മറി നോക്കിയാൽ മതി. നമ്പർ 6 ആണ് ഡ്രോയിങ് അസിസ്റ്റ്. എന്ന് വെച്ചാൽ S Pen യൂസ് ചെയ്ത് എന്ത് വരച്ചാലും അതിനൊരു ഇമേജ് ആക്കി അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയ രീതിയിൽ മറ്റ് പലതരത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കിട്ടും. വളരെ യൂസ്ഫുൾ ഫീച്ചർ ആണ്, ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ആണ് ഫോർ ഷുവർ. ഇനി ഒരു ഇമേജിൽ ആനയോ സിംഹമോ കസേരയോ പട്ടിയോ പൂച്ചയോ എയർപ്ലെയിനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഐ റിയലി ലൈക്ക് ദിസ് ഫീച്ചർ. നമ്പർ 7 ആണ് എയർ കമാൻഡ്. എന്ന് വെച്ചാൽ S Pen എയർ കമാൻഡ് ഉണ്ടല്ലോ, കണ്ടില്ലേ. ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞാൻ പറഞ്ഞ ഡ്രോയിങ് കാര്യങ്ങളാണെങ്കിലും നോട്ട്സ് ആണെങ്കിലും ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. സർക്കിൾ ടു സെർച്ച് ഓർമ്മയുണ്ടല്ലോ, അതിൽ ഇപ്പോൾ ഒരു
ഓവർലേ ട്രാൻസ്ലേറ്റിൻ്റെ ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് ഇത് കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഭാഷയിലുള്ള സൈൻ ബോർഡ് ആണെങ്കിലും മെനു ആണെങ്കിലും വളരെ ഈസിലി നമുക്ക് കംപ്ലീറ്റ്ലി ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഹോംവർക്ക് മാത്സ് സോൾവിങ് എന്ന ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ ഈസിലി ഭയങ്കര ഡിഫിക്കൽട്ട് ആയ ഇക്വേഷൻസ്, അത് ഈവൻ കാൽക്കുലസ് ഇക്വേഷൻസ് ആണെങ്കിലും സോൾവ് ചെയ്ത് കിട്ടും. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സോൾവ് ചെയ്ത് കിട്ടും. ഫൈനൽ സൊല്യൂഷനും എഴുതി തരും. ഓക്കെ, ഫൈനലി പോർട്രേറ്റ് സ്റ്റുഡിയോയുടെ ഫീച്ചർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു പോർട്രേറ്റ് ഫോട്ടോയോ സെൽഫിയോ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 4 വെറൈറ്റി ഉള്ള ഇമേജസിലേക്ക് മാറ്റാൻ പറ്റും. അതായത് കോമിക്, 3D കാർട്ടൂൺ, വാട്ടർ കളർ ആൻഡ് സ്കെച്ച്. ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. ആ 12 മെഗാ പിക്സലിന്റെ അൾട്രാവൈഡിലുള്ള സെൻസർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കൂടെ വരുന്നത് 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ വിത്ത് OIS ആൻഡ് 10 മെഗാ പിക്സലിന്റെ 3x ടെലിഫോട്ടോ ക്യാമറ. ഫ്രണ്ടിൽ 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് തന്നിരിക്കുന്നത്. മെയിൻ ക്യാമറ ആണെങ്കിലും അൾട്രാവൈഡ് ആണെങ്കിലും ടെലിഫോട്ടോ വെച്ച് എടുത്തിരിക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും ഈവൻ സെൽഫീസ് ആണെങ്കിലും ആ ഒരു ടിപ്പിക്കൽ സാംസങ്ങിന്റെ പ്രോസസ്സിംഗ് ഉണ്ട്. അതായത് നല്ല സ്കിൻ ടോൺസ് ഒക്കെ വരും. പിന്നെ ഡൈനാമിക് റേഞ്ച് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിലും ഫേസ് ഒക്കെ അത്യാവശ്യം ക്ലിയർ ആണ്. കളേഴ്സ് ചെറിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ അല്ല, ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്. ഉപയോഗിച്ചതിന് ശേഷം ക്യാമറയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഫീഡ്ബാക്ക് ഞാൻ ഷെയർ ചെയ്യാം. ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും റിയർ ക്യാമറ ആണെങ്കിലും രണ്ട് വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള 4K 60 FPS വീഡിയോ വിത്ത് സ്റ്റെബിലൈസേഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റും. ആക്ച്വലി റിയർ ക്യാമറ വെച്ച് നമുക്ക് വേണമെങ്കിൽ 8K വരെ ഷൂട്ട് ചെയ്യാം. ഈ ഫോൾഡ് 6ന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 1,64,999 രൂപ. 8,000 രൂപയുടെ അപ്ഗ്രേഡ് ബോണസ് അല്ലെങ്കിൽ 8,000 രൂപയുടെ HDFC ബാങ്ക് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഈടാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ പ്രീ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾ 999 രൂപ കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഫോണിന്റെ ഡിസ്പ്ലേ ആണെങ്കിലും മറ്റ് പാർട്സ് ആണെങ്കിലും 2 തവണ ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്ത് കിട്ടും. ഓക്കെ, അത് സാംസങ് എനിക്കൊന്ന് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ തരുന്നത്. ഇനി നിങ്ങൾ ഈ ഫോൾഡ് 6 പ്രീ ഓർഡർ ചെയ്യുമ്പോൾ ബണ്ടിലായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ, അതായത് ഒന്നെങ്കിൽ വാച്ച് 7 അല്ലെങ്കിൽ വാച്ച് 7 അൾട്രാ, ബഡ്സ് 3 പ്രോയിൻ്റെ കൂടെ ബണ്ടിലായിട്ട് വാങ്ങിക്കുമ്പോൾ ഇതെല്ലാ ഡിവൈസുകളുടെ കൂടെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് കിട്ടും. എല്ലാ ഡിസ്കൗണ്ട് കാര്യങ്ങളും ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഫോൾഡ് 6ന്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്യുക. ഓക്കെ, ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.